അതെന്തായാലും നടക്കില്ല. നിങ്ങളിവിടെ വരുന്നവരെ ഞങ്ങൾ തന്നെയാണല്ലോ അച്ഛന്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്. അതുപോലെ തന്നെ നോക്കിക്കോളാം. ഇവിടെ വരുന്നവരെ ശരി, പക്ഷെ നമ്മളിവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായേ ഇവിടുത്തെ കാര്യങ്ങളൊന്നും ശരിയല്ലാന്ന്. ശാന്തിന്റെ പെരുമാറ്റം ഞാൻ അന്ന് കണ്ടല്ലേ. പിന്നെ അമ്മേന്റെ കാര്യം എനിക്ക് നല്ലോണം അറിയാം. അയ്യോ, അവരെപ്പോഴും അങ്ങനെയൊന്നും അല്ല പെരുമാറുള്ളത്. അല്ലായിരിക്കും, സമ്മതിച്ചിന്. ഇപ്പൊ ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഓരോ മനസ്സിലുള്ളതുകൊണ്ടായിരിക്കാം അങ്ങനെയൊക്കെ പെരുമാറുന്നത്. അതെ, പക്ഷെ ഈ പ്രശ്നം മാറാൻ പോകുന്നില്ലല്ലോ. അപ്പൊ പിന്നെ ഈ അവസ്ഥയിൽ കിടക്കുന്ന മനുഷ്യൻ നിങ്ങളെ വീട്ടിൽ എങ്ങനെയാ കഴിയുന്നതെന്ന് അറിയാണ്ട് നമ്മൾ എങ്ങനെയാ മനസ്സമാധാനത്തോടെ ഇരിക്കുക? അപ്പൊ ഡിസ്ചാർജ് ചെയ്ത് കുറച്ച് ദിവസത്തേക്കെങ്കിലും നമ്മളിവിടെ നിൽക്കാം. അച്ഛൻ ഇവിടെ യാതൊരു കുറവും വരില്ല, അത് ഞാൻ ഉറപ്പുതരാം. എന്നെ നിങ്ങൾക്ക് വിശ്വാസമില്ലേ? അല്ല, ഇവനേതാ? അല്ലെങ്കിൽ അച്ഛനെ ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം. കുറച്ചു കാലം കഴിഞ്ഞ് അച്ഛൻ ഓക്കെ ആയാ പിന്നെ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരാമല്ലോ. അയ്യോ, അത് പറ്റില്ല. അച്ഛനെ കൊണ്ട് ഞങ്ങൾ എന്തായാലും സമ്മതിക്കില്ല. ഇനി നിങ്ങൾ അങ്ങനെ അച്ഛനെ കൊണ്ടുപോയാൽ തന്നെ കാര്യങ്ങൾ കൂടുതൽ വഷളാവും. ഡിസ്ചാർജ് അച്ഛൻ എവിടെ നിന്ന് നാട്ടുകാരി ചോദിച്ചാൽ ഞങ്ങളെന്ന് പറയും. അതല്ലേ ഞാൻ പറഞ്ഞു, നമ്മളിവിടെ തന്നെ നിന്നോളാ. മൂപ്പര് അവസ്ഥയായിട്ടൊന്ന് പൊരുത്തപ്പെടുന്നവരെ നമ്മള് കൂടെ തന്നെ ഉണ്ടാവാം. ഞങ്ങൾ പറയണത് ഒന്ന് കേക്ക്. നിങ്ങൾ രണ്ടാളും ഇപ്പൊ വീട്ടിലേക്ക് വന്ന് അവിടെ എന്താ നടക്കാന്ന് ഞങ്ങൾക്ക് ഒരു ധാരണയില്ല. അതുകൊണ്ടാ നമ്മളെ കുറിച്ച് ഓർത്ത് എനിക്ക് യാതൊരു വേവലാതിയും ഇല്ല. അതുപോലെ നമ്മളിപ്പോ അവിടെ താമസിക്കാനൊന്നുമല്ലല്ലോ വരുന്നേ. മൂപ്പര കാര്യം രാവിലെ തൊട്ട് രാത്രി വരെ നോക്കിയിട്ട് നമ്മൾ അവിടെ നിന്നോളാം. പിന്നെ കിടക്കേണ്ട കാര്യമല്ലേ, അതിന് പുറത്ത് വേണമെങ്കിൽ നമ്മളൊരു മുറി നോക്കാം. ഇവിടെ പുറത്ത് താമസിക്കാൻ പറ്റില്ല, ചിന്തിക്കാൻ വേണ്ട. അത് ഇവനെ കൊണ്ട്. ആ, ഞാനൊന്ന് വേറൊരു കാര്യം പറയാം. നിങ്ങൾ വേണമെങ്കിൽ ഇവിടെ നിന്നു, ഇവൻ തിരിച്ച് ശ്രീകണ്ഠാപുരത്തേക്ക് അതൊന്നും പറ്റില്ല. അമ്മയുടെ ഒറ്റയ്ക്ക് നിങ്ങളുടെ അടുത്ത് ആക്കിയിട്ട് എനിക്ക് പോകാൻ പറ്റില്ല. ഞാൻ അവിടെ നിൽക്കും. ഓ